എറണാകുളം ജില്ലയിൽ മാത്രം 6 ലക്ഷം അതിഥി തൊഴിലാളികളാണുള്ളത്. അതിൽ 80% പശ്ചിമ ബംഗാളിൽ നിന്നുള്ളവരാണ്. ആലുവ, കണയന്നൂർ, കൊച്ചി, കോതമംഗലം, കുന്നത്തുനാട്, മൂവാറ്റുപുഴ, പറവൂർ എന്നിവിടങ്ങളിൽ വർഷങ്ങളായി കുടുംബത്തോടൊപ്പം താമസിക്കുന്നവരുണ്ട്. പെരുമ്പാവൂരിലെ പ്ലൈവുഡ് മേഖലയിൽ ബംഗാളിലെ മൂർഷിദാബാദ്, ജയ്പാഗുഡി, കൂച്ച് ബിഹാർ, നാദിയ ജില്ലകളിൽ നിന്നുള്ളവരാണ് ഏറെയും. മമതാ ബാനർജി മുന്നോട്ടുവെച്ച വാഗ്ദാനങ്ങൾ കേരളത്തിലെ ബംഗാളികൾ സ്വീകരിക്കില്ല എന്നാണ് സോമിൽ ഓണേഴ്സ് ആൻഡ് പ്ലൈവുഡ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എച്ച് റിയാസ് പറയുന്നത്. അവരുടെ ഭാഗത്തു നിന്നും ഒരു ബിഗ് നോ തന്നെയായിരിക്കും. ഒരു മിനിമം വേതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് ഒരു 30,000 rupees, 25,000 to 30,000 മിനിമം വേതനം അവർക്ക് ലഭിക്കുന്നുണ്ടാകും. ആ ഒരു മിനിമം വേതനമായ 25,000 to 30,000 കളഞ്ഞിട്ട് അവർ ഈ 5,000 രൂപക്ക് വേണ്ടിയിട്ട് അവരുടെ നാടുകളിലേക്ക് ആ പണത്തിന് വേണ്ടി പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരത് പോകില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നമുക്ക് ഇവിടെ ലഭിക്കുന്ന സൗകര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ, അവരുടെ കുട്ടികൾക്കുള്ള സ്കൂൾസ്, ഹോസ്പിറ്റൽസ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇല്ല എന്നതല്ല. പക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് കുറച്ചുകൂടി അപ്രോച്ചബിളായിട്ട് നമുക്ക് അടുത്ത് തന്നെ ഇതെല്ലാം ലഭിക്കുന്നു എന്നുള്ളതാണ്. 25 വർഷമായി പെരുമ്പാവൂരിലെ സൗത്തേൺ പ്ലൈവുഡ് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. കേരളം സ്വന്തം നാടായാണ് കണക്കാക്കുന്നതെന്നും ഇവിടം വിട്ടുപോകാൻ ഇവർക്ക് കഴിയുമെന്ന് തോന്നുന്നില്ലെന്നും സ്ഥാപന ഉടമ കൂടിയായ റിയാസ് പറയുന്നു. 25 വർഷമായിട്ട് അവിടെ ജോലി എടുക്കുന്ന തൊഴിലാളികൾ ഉണ്ടാകാം. സ്വാഭാവികമായിട്ടും അവർ ഇവിടെ നിന്ന് വിവാഹം കഴിച്ചിട്ട് ഉള്ളവരുണ്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ വിവാഹം കഴിച്ച് ഇവിടെ വന്ന് സെറ്റിൽ ചെയ്ത് അവരുടെ മക്കളൊക്കെ ഇവിടെ സ്കൂളുകളിലൊക്കെ പഠിച്ച് അവരുടെ സൗഹൃദവും അവരുടെ ബന്ധങ്ങളും അവരുടെ ജീവിത രീതികളും എല്ലാം അവരൊരു മലയാളിയാണ്. അവർ ചിലപ്പോൾ ചില കുട്ടികളൊന്നും വെക്കേഷന് പോലും അവരുടെ നാടുകളിലേക്ക് ഇതുവരെയായിട്ട്, അതായത് 10-15 വർഷമായിട്ട് പോകാത്ത കുട്ടികൾ വരെയുണ്ട്, ഇവിടെ തന്നെ നിന്ന് പഠിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നാട്ടിൽ ചെന്ന് അവിടുത്തെ നാട്ടിലെ രീതികളൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ട് ജീവിച്ചവർ അവർ വീണ്ടും അവരുടെ ജന്മനാടിനെ പറിച്ചു നടുന്നത് പോലെ തന്നെയായിരിക്കും അവർ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലുള്ള ബംഗാളികൾക്ക് മാത്രമേ ഈ തീരുമാനം ബാധകമാവുകയുള്ളൂ എന്നാണ് സെന്റർ ഫോർ മൈഗ്രന്റ് ആൻഡ് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബിനോയ് പീറ്റർ പറയുന്നത്. ഉയർന്ന കൂലി, കൂടുതൽ ജോലി അവസരം, സമാധാന അന്തരീക്ഷം, വിവേചനം കുറഞ്ഞ ജോലി സാഹചര്യം ഇതെല്ലാമാണ് അതിഥി തൊഴിലാളികളെ കേരളത്തിൽ പിടിച്ചു നിർത്താൻ പ്രേരിപ്പിക്കുന്നത്. മറ്റു നാടുകളെ അപേക്ഷിച്ച്, ഇപ്പോൾ ഉദാഹരണത്തിന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലേക്ക് ബംഗാളിൽ നിന്നും അസമിൽ നിന്നുള്ള തൊഴിലാളികൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു കാരണം ഇന്ന് പരക്കെ ലോകത്തുള്ള ഇസ്ലാമോഫോബിയ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും മുസ്ലിം തൊഴിലാളികൾക്ക് നേരിടുന്ന ചില പ്രതിസന്ധികളുണ്ട്. അത്തരത്തിലുള്ള പ്രതിസന്ധികൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് കേരളത്തിൽ തൊഴിലാളികൾ അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ഇയാളൊരു ഹരിജനാണോ അതോ ആദിവാസിയാണോ മുസ്ലിമാണോ എന്നുള്ള അങ്ങനെയുള്ള ഒരു വേർതിരിവും കേരളത്തിലില്ല എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മേസ്തിരിക്ക് ദിവസം 1,200 രൂപ വരെ കൊടുക്കുന്ന നേരത്ത് ബംഗാളികൾക്ക് 700 രൂപ കൊടുത്താൽ മതി. കള്ളപ്പണിയില്ലെന്ന് മാത്രമല്ല, മടിയില്ലാതെ പണിയെടുക്കാൻ ഇവർ തയ്യാറാണ്. ഭായിമാരെ പണിക്ക് വിളിക്കുന്നവരുടെ അഭിപ്രായമാണിങ്ങനെ. ദീദിയുടെ ഓഫർ എടുത്ത് ബംഗാളി ഭയ്യമാർ ഈ നാട് വിടുമോ, അതോ ഇവിടം മതി കർവാപ്പസിക്കില്ലെന്ന മമതയോട് ഒരു മമതയുമില്ലാതെ പറയുമോ? തീരുമാനം രണ്ടിലേതായാലും അത് മലയാളികൾ ഉറ്റുനോക്കുന്നത് തന്നെയാണ്. കാരണം ഇവർ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണിപ്പോൾ. ക്യാമറാമാൻ മനോജിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18, കൊച്ചി. നവമി പറയുന്നത് പോലെ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ മലയാളികളുടെ ഭാഗമായി കഴിഞ്ഞു. ഇവിടെ എത്തി ഇവിടുത്തെ ആഘോഷങ്ങളുടെ ഭാഗമാവുന്ന ഓണമൊക്കെ ആഘോഷിക്കപ്പെടുന്ന ആളുകളായി അവർ മാറുന്നു. അതുകൊണ്ട് അവർ സ്വാഭാവികമായും മലയാളികളായി പരിണാമം ചെയ്യപ്പെടുന്നു എന്നതാണ് ആവശ്യം എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നമുക്ക് വിശദമായി നോക്കാം. ജോർജ് മാത്യു, പ്രോഗ്രസീവ് വർക്കേഴ്സ് ഓർഗനൈസേഷൻ്റെ ചെയർമാനാണ് അദ്ദേഹം നമുക്കൊപ്പമുണ്ട്. ശ്രീ ജോർജ് മാത്യു, മലയാളികളുടെ തൊഴിൽ മേഖലയെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന വിഭാഗമാണ് അതിഥി തൊഴിലാളികൾ. തർക്കമില്ല. 35 ലക്ഷം എന്ന ഒരു അനൗദ്യോഗിക കണക്കാണ് നമുക്ക് മുന്നിലുള്ളത്. കണക്കുകൾ പൂർണ്ണമായി ഒന്നും ശേഖരിക്കപ്പെടുന്നില്ല. അപ്പോൾ ഇവർ കേരളം വിടുമോ എന്ന ചോദ്യമാണ്. ഈ പശ്ചിമ ബംഗാൾ സർക്കാരിൻ്റെ ഓഫർ സ്വീകരിച്ചുകൊണ്ട് ഇവർ കേരളം വിടുമോ എന്ന ചോദ്യമാണ്. പക്ഷേ ഞങ്ങളുടെ ഒരു പ്രാഥമിക പരിശോധനയിൽ അവർ കേരളം വിടാൻ അത്ര തയ്യാറല്ല. കേരളത്തിൻ്റെ ആകർഷകമായ സാഹചര്യങ്ങൾ ഇവിടെ തന്നെയുണ്ട്, അതുകൊണ്ട് ഇവിടെ തന്നെ എന്നതാണ് അവരുടെ ഒരു പൊതുവികാരം എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെയെങ്കിൽ അവർ കേരളം വിടില്ല എന്ന് തീരുമാനമെടുക്കുന്നതിൻ്റെ കാരണം? അതല്ല, നമ്മൾ ആശങ്കപ്പെടണോ? ഈ തൊഴിലാളികൾ കേരളം വിട്ടു പോകുമോ?
ഇല്ല, ഈ തൊഴിലാളികൾ കേരളം വിട്ടു പോകുന്നതിനുള്ള ഒരു തരത്തിലുള്ള സാധ്യതയുമില്ല. മാത്രമല്ല, കേരളം വിട്ട് തൊഴിലാളികൾ ഒരു കാരണവശാലും പോകില്ല. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഒന്ന് ഈ മമതാ ബാനർജി ഓഫർ ചെയ്തിരിക്കുന്ന ഈ 5000 രൂപ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തൊഴിലാളികളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കില്ല. ഇവിടെ 1000ഉം 1200ഉം ഒക്കെ വരുമാനം വാങ്ങുന്നവരാണ്. കേരളത്തിൽ മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങളിലും 1000 അതുപോലെ തൊഴിൽ വേതനം വാങ്ങുന്നവരാണ് ബംഗാളിൽ നിന്നുള്ള തൊഴിലാളികൾ. കേരളം ഒഴിച്ചുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും തൊഴിലാളികൾക്ക് ഇതേ രീതിയിലുള്ള ഒക്കെ വേതനം ലഭിക്കുന്നുണ്ട്. അവർക്ക് തിരിച്ച് ഇപ്പോ അവരുടെ വീട് വെച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കടബാധ്യതകൾ, വീട് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിറവേറ്റാനായിട്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ മമതാ ബാനർജി നടത്തിയിരിക്കുന്ന ഇത്തരത്തിൽ 5000 രൂപയോ അങ്ങനെ ചില പുനരധിവാസ പദ്ധതികളോ ഒക്കെ നടപ്പാക്കുമെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് തൊഴിലാളികൾ അങ്ങോട്ട് പോകില്ല. ഒരു സംസ്ഥാനത്തിന് ലക്ഷക്കണക്കിന് വരുന്ന പുറത്തുള്ള തൊഴിലാളികളുടെ ഇത്തരം പുനരധിവാസ പദ്ധതികൾ പ്രായോഗികമായി നടപ്പാക്കാനായിട്ട് കഴിയുകയുമില്ല. മറിച്ച് മറ്റൊരു കാര്യം, തൊഴിലാളികൾ എല്ലാ സ്ഥലത്തും, ബംഗാളിൽ നിന്നുള്ള തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ സ്ഥലത്തും തൊഴിലാളികൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രത്യേകിച്ച് ബംഗാൾ തൊഴിലാളികൾ ബംഗ്ലാദേശി ബന്ധം ആരോപിക്കപ്പെട്ടിട്ട് വിവേചനത്തിനിരയാകുന്നുണ്ട്, അതിക്രമത്തിനിടയാകുന്നുണ്ട്, ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അവരുടെ ആധാർ കാർഡുകൾ ചോദിക്കുന്നു, അവരൊരു അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ അരക്ഷിതാവസ്ഥയെ അഭിമുഖീകരിക്കേണ്ട ഉത്തരവാദിത്വം മമതാ ബാനർജിക്കുണ്ട്, അല്ലെങ്കിൽ കേരളം പോലുള്ള സംസ്ഥാന സർക്കാരുകളിലും ഈ കാര്യമുണ്ട്. അതിനൊരു അന്തർ സംസ്ഥാന ബന്ധം ഈ കാര്യത്തിൽ ഉണ്ടാവുകയാണ് ചെയ്യേണ്ടത്. മറിച്ച് മമതാ ബാനർജി പറഞ്ഞിട്ടുള്ള തിരിച്ച് നാട്ടിലേക്ക് വരൂ, ഞാൻ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാം, ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ട് എന്ന് മമതാ ബാനർജി പറഞ്ഞിട്ടുള്ളത്, അത് തൊഴിലാളികൾക്ക് വലിയ തരത്തിലുള്ള ആത്മവിശ്വാസം ഉണ്ടായിട്ടുണ്ട്. മമതാ ബാനർജിയുടെ ഈ പ്രസ്താവനയെ നമ്മൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അത് അങ്ങനെ പരിഹരിക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് പ്രശ്നം. ഒരു അന്തർ സംസ്ഥാന ബന്ധം എന്ത് ചെയ്യേണ്ടതുണ്ട്, ഉണ്ടാവേണ്ടതുണ്ട്. തൊഴിലാളികൾ ഇവിടെ വലിയ തരത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്ന സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. തൊഴിലാളികൾ ജോലി ചെയ്തതിന് ശേഷം വേതനം ലഭിക്കുന്നില്ല. നിരവധി തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ടു മരണമടഞ്ഞിട്ടുണ്ട്. അവരുടെ കുടുംബത്തിന് നിയമാനുസൃതമായ നഷ്ടപരിഹാരം ലഭിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വംശീയമായിട്ടുള്ള തൊഴിലാളികളെ ആൾക്കൂട്ടം ചേർന്ന് കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇത് കേരളത്തിലൊരു ഇടതുപക്ഷ സർക്കാരാണ് ഭരിക്കുന്നത് എങ്കിൽ പോലും ഈ സർക്കാരിന് അതീതമായി കേരളത്തിൽ വളരെ അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ സ്വാധീനത്തിന് അതീതമായി പ്രവർത്തിക്കുന്ന വളരെ ഇടതുപക്ഷ സ്വാധീനം മാത്രമല്ല കേരളത്തിലുള്ളത്, അതിശക്തമായ ഒരു BJPയുടെയോ RSSന്റെയോ ഒക്കെയുള്ള ഒരു സ്വാധീനം കേരളത്തിൽ ശക്തമായിട്ടുണ്ടെന്നും അത് തൊഴിലാളികൾക്കെതിരായിട്ടുള്ള ഒരു വംശീയമായ വിവേചനമായിട്ട് അത് പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അടുത്ത എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി സ്ക്രാപ്പ് വർക്ക് ചെയ്യുന്ന തൊഴിലാളികളുടെ ഷെൽട്ടറുകൾ ഇടിച്ചു നിരത്തിയിട്ടുണ്ട്.